Hello friends, welcome back to my channel Shidu Labster. അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ പോപ്പുലർ ബ്രാൻഡ് ആയിട്ടുള്ള മെബിലിന്റെ മാറ്റ് പോർലെസ് ഫിറ്റ് മീ ഫൗണ്ടേഷന്റെ റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ പ്രൈസ് പറയാം. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 30 ml 629 rupees ആണ് വരുന്നത്. പിന്നെ ഇത് ഓൺലൈനിൽ ഇടയ്ക്ക് ഓഫറൊക്കെ വരാറുണ്ട് കേട്ടോ, ഒരു 400 സംതിങ് വരെയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് ഇതിന്റെ പാക്കേജിങ് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഇതിന്റെ പാക്കേജിങ് ഒരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. പിന്നെ ഒരു പമ്പ് ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് ഈ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ മെബിലിന്റെ 18 ഷെയ്ഡ്സ് ആണ് കേട്ടോ ഈ ഫൗണ്ടേഷനിലുള്ളത്. അപ്പോൾ ഇന്ത്യൻ സ്കിൻ ടോണിനെ പറ്റിയിട്ടുള്ള എല്ലാ ഷെയ്ഡ്സും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 222 സോഫ്റ്റ് ടാൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാട്ടുപ്രദേശത്തൊക്കെ പറയും പുട്ടിയടിച്ച പോലെ ഉണ്ടെന്ന്. അത് നമ്മൾ കറക്റ്റ് ഷെയ്ഡ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡ് നോക്കിയിട്ട് വാങ്ങുക. പിന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇല്ലാന്ന് വെച്ചിങ്ങനെ മെബിലിന്റെ സൈറ്റിൽ പോയിട്ട് നമ്മളൊരു സെൽഫി അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയപ്പോൾ ഏകദേശം എൻ്റെ ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് മെബിലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷൻ അടിക്കുക. അപ്പോൾ അവരുടെ പേജ് ഓപ്പൺ ആവും. അപ്പോൾ അതിൽ ട്രൈ ഓൺ എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ അതിൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ സെൽഫി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോരോ ഷെയ്ഡ്സ് ഇങ്ങനെ വരും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ മാറി മാറി നോക്കാം. അപ്പോൾ നമ്മുടെ ഫേസിൽ ഏതാ ചേരുന്നതെന്നുള്ളത് നമുക്ക് അതിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു മാറ്റ് പോർലെസ് ഫൗണ്ടേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ ഇതിനുണ്ടാവുക. ഒരു ഗ്ലോ ലുക്ക് അല്ല കിട്ടുക, ഒരു മാറ്റ് ഫിനിഷ് ആണ് ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, ഇത് പോർലെസ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിൽ ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് ബ്ലൂവർ ആക്കാൻ പറ്റും. പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഡെമോ നോക്കാം. ഒന്ന് നോക്കാം. ഇതൊരു പമ്പ് ടൈപ്പ് ആണ് കേട്ടോ, ഇതിന്റെ ബോട്ടിൽ ഒരു പമ്പ് ടൈപ്പ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഫൗണ്ടേഷൻ എടുത്ത ശേഷം നമ്മുടെ ഫേസിൽ മൊത്തം ഇങ്ങനെ ഡോട്ടുകളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഡോട്ടുകളായിട്ട് ഇട്ട ശേഷം നമുക്കൊരു ബ്ലെൻഡർ വെച്ച് പതുക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫേസിലും നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങാനും നമുക്ക് കുറവ് തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ചെറിയ ഡോട്ടുകൾ ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഫിനിഷിങ് എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ ഫേസ് അടുത്തുകൊണ്ടൊന്ന് കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഫൗണ്ടേഷൻ്റെ ഡെമോ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സെമി മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ഗ്ലോയിങ് ഫൗണ്ടേഷൻ അല്ല, ഞാൻ പറഞ്ഞില്ല ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ഫൗണ്ടേഷൻ ആണ്. പിന്നെ നമുക്കറിയാം ഈ BB ക്രീമോ CC ക്രീമോ ഒന്നും ഫൗണ്ടേഷൻ അത്ര ലാസ്റ്റ് ചെയ്യില്ല. ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഒരു കോളേജിലേക്ക് പോകുന്ന കുട്ടിയാണെന്ന് വെച്ചിങ്ങനെ ഒരു വർക്കിംഗ് വുമണൊക്കെ ആണെന്ന് വെച്ചിങ്ങനെ നമുക്കൊരു 7 hours വരെ ഈ ഫൗണ്ടേഷൻ ലാസ്റ്റ് ചെയ്യും. ജസ്റ്റ് ഒന്നൊരു ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് എപ്പോഴും ഒരു ഇത്രയും സമയം ലാസ്റ്റ് ചെയ്യണമെന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ തന്നെ യൂസ് ചെയ്യണം. 7 hours ഒക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ലാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വെച്ചെങ്കിൽ അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. പിന്നെ ഇത്രയും സമയം ലാസ്റ്റ് ചെയ്യും. പിന്നെ നമുക്കറിയാം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇത്. പിന്നെ ഇതൊരു നോർമൽ ടു ഓയിലി സ്കിന്നിനാണ് കേട്ടോ ഈ ഫൗണ്ടേഷൻ ഏറ്റവും നല്ലത്. പിന്നെ സെൻസിറ്റീവ് സ്കിൻ, എൻ്റെ കുറച്ച് സെൻസിറ്റീവ് സ്കിന്നാണ്, പക്ഷെ എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് വേറെ അലർജി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് നല്ല ഡ്രൈ സ്കിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നമുക്കിത് എന്തായാലും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയൊരു ഫൗണ്ടേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് കേട്ടോ അത്. നമുക്ക് അത്യാവശ്യം നമ്മുടെ നോർമൽ യൂസിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.